ഹായ്, ഞാൻ സ്നേഹ. SL Talksന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പെൺകുട്ടികൾ പൊതുവെ പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട്, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സ്നേഹം നഷ്ടമാവാറുണ്ട് എന്നുള്ളത്. സോ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അതായത് ആ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങുന്ന ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിട്ട് കളയുമോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം കുറയുമോ ഇങ്ങനെയുള്ള പേടിയുടെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി, കൂടുതൽ അടുക്കാൻ വേണ്ടി, കുറച്ചുകൂടി കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക, അതേപോലെ നിങ്ങളുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ലൈഫിൽ ഭയങ്കര ബിഗ് സീറോ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ആ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നേരെ മറിച്ച് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, കുറച്ചൊക്കെ മുന്നേറിയിട്ടുള്ള അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിട്ടു പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതായത് അവരെ വിട്ടു പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. അപ്പോൾ ഒരു പരിധിവരെ പറയുകയാണെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഒരു ആൾക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് അയാളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നേറുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, ഒരുപാട് കഴിവുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഒരുപാട് ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഒന്നും ചെയ്യാത്ത, ലൈഫിന് വേണ്ടി ഒന്നും ചെയ്യാത്ത, ഇങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതേപോലെ അങ്ങോട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളോട് വലിയ താല്പര്യം ആർക്കും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് മുന്നേറാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അവർക്ക് തന്നെ തോന്നണം നിങ്ങൾ അത്രയും സ്പെഷ്യൽ പേഴ്സൺ ആണ് എന്നുള്ളത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരാളായി നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരൊരു ഹീറോ ആണെന്ന ഒരു ചിന്ത അവരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതി, പറയുന്ന വാക്കുകൾ, ഇതിലൂടെ അവരുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അതായത് നിങ്ങളൊരു വലിയൊരു പേഴ്സൺ ആണ് എന്നൊരു ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ അത്രയും സേഫ് ആണ് എന്നുള്ളത് പറയാം, നിങ്ങൾ അത്രയും നല്ലൊരാളാണ് എന്നുള്ളത് പറയാം, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത് അവരെന്തൊക്കെയോ സംഭവമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അവരോട് സംസാരിച്ചാൽ മതി. അതായത് അവരൊരു വലിയ ഹീറോ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആ ഫീൽ എന്തായാലും കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മളെ ഒരു ഹീറോ ആക്കി മാറ്റുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്നും പോകാനായിട്ട് നമ്മൾ തയ്യാറാവുമോ? നമുക്ക് മനസ്സ് വരും? ഒരിക്കലുമില്ല. അതന്നെ ഇവിടെ സംഭവിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ കണ്ണിൽ അവരോടുള്ള ആ ഒരു തിളക്കം, അതായത് അവരെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്ന ഒരു അത്ഭുതവും കാര്യങ്ങളൊക്കെ കാണണമെന്ന് അവർ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് പോകാൻ അവർ തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിരിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറരുത്. നമ്മൾ എന്നൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊരാളെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാം, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാം, ഈ സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നറിയാം, ഇനി എന്തായിരിക്കും ചെയ്യാൻ പോവുക എന്നുള്ള കാര്യങ്ങൾ അറിയാം, അവരുടെ ലൈഫിൽ മുമ്പ് നടന്നിട്ടുള്ള അവരുടെ പാസ്റ്റ് എല്ലാം അറിയാം, ഇനി അവർ ഭാവിയിൽ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അറിയാം. അതായത് എല്ലാം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അവരെ കുറിച്ച് അറിയാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യമില്ല, കാരണം അറിയാനൊന്നുമില്ല. അപ്പൊ അതന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത്. അവരെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാം എന്നുള്ളത് പോലെ തന്നെ നമ്മളെ കുറിച്ച് അവർക്കെല്ലാം അറിയാം എന്നുണ്ടെങ്കിൽ തുടർന്ന് നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കണം വലിയ താല്പര്യം ഉണ്ടാവില്ല, കാരണം ഒക്കെ അറിയുന്നതാണല്ലോ, അങ്ങനെ വിചാരിക്കും. നേരെ മറിച്ച് നമ്മളെക്കുറിച്ച് വലിയ ധാരണ അവർക്കില്ല എന്നുണ്ടെങ്കിൽ ഇനിയും എന്തൊക്കെയോ അറിയാനുണ്ട് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് വരിക ചെയ്യാം. എനിക്കിനിയും ഇയാളെക്കുറിച്ച് എന്തൊക്കെയോ അറിയാനുണ്ട്, പാസ്റ്റിൽ എന്തൊക്കെയോ നടന്നെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും ഇയാളുടെ പ്ലാനിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. സോ അതിൻ്റെ ഭാഗമായി നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ അവർ തയ്യാറാവുകയാണ് ചെയ്യാം. അതിനുള്ള താല്പര്യം കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിരിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, 24 മണിക്കൂറും അവൈലബിൾ ആയി നിങ്ങൾ മാറരുത് എന്നുള്ളതാണ്. അവരെപ്പോൾ വിളിക്കുമ്പോഴും കോൾ എടുക്കുക, ഒന്ന് മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കുക, ഒന്ന് ഞാൻ നിന്നെ കാണാൻ വരട്ടെ എന്ന് വെക്കുമ്പോൾ വന്നോ എന്ന് പറയാം. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് മാറ്റുക.
കുറച്ചൊക്കെ ഒന്ന് ബിസി ആയിട്ട് മാറുക. ഇത് ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം അവൈലബിൾ ആയി മാറുന്നോ അത്രത്തോളം അവർക്ക് നമ്മളെ ബോറടിച്ച് തുടങ്ങുന്നുള്ളത് മനസ്സിലാക്കുക. അതായത് എപ്പോഴും നമുക്കൊരു സാധനം കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു ഫുഡ് ആയിക്കോട്ടെ, നമുക്കിഷ്ടമുള്ള ഒരു ഫുഡ്, അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നമുക്ക് അടുപ്പിച്ച ഫുഡ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നു ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട്, ഒരു 2 ദിവസം ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3-ാമത്തെ ദിവസം കഴിക്കാൻ തോന്നില്ല, മടുപ്പാവും. ഇതേ കാര്യമാണ് എല്ലാ ആളുകളുടെ കാര്യത്തിലും വരിക. നമുക്ക് അവരെ ആദ്യമൊക്കെ ഒരുപാട് കാണണം തോന്നും, ഒരുപാട് സംസാരിക്കണം തോന്നും. അപ്പോൾ 2-3 ദിവസം നമ്മൾ ഈ ബിരിയാണി കഴിച്ച പോലെ തന്നെ നമ്മൾ അടുപ്പിച്ച് അങ്ങോട്ട് വിളിക്കുക, മെസ്സേജ് അയക്കുക, സംസാരിക്കുക, കാണാൻ വരിക, ഈ സംഭവങ്ങൾ തന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല മടുപ്പാവും. പിന്നെ നമുക്ക് കാണാൻ പോകാൻ തോന്നില്ല, ഒന്ന് വിളിച്ച് സംസാരിക്കാൻ തോന്നില്ല. അതാണ് പ്രശ്നം വരിക. അതുകൊണ്ട് 24 മണിക്കൂറും അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് ബോറടിച്ച് തുടങ്ങുമ്പോൾ എന്നുള്ളതിൽ സംശയം വേണ്ട. സോ കുറച്ചൊക്കെ ബിസി ആയിട്ട് മാറുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ സേഫ് പ്ലേസ് ആയിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. അവർക്ക് എന്ത് വിഷമം വന്നു കഴിഞ്ഞാലും നിങ്ങളോട് പറയാൻ പറ്റണം. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഹാപ്പി ആകാൻ പറ്റുന്നത്, കുറച്ചുകൂടി സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വിഷമം വരുമ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം, ഓവറായിട്ടെന്നല്ല എങ്കിലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക, അടുത്തതും എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ വിഷമോ വരുന്ന സമയത്ത് നിങ്ങളെ അവർ ആലോചിക്കും, അപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരും, അപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തന്നെയാണ് അവരുടെ സേഫ് പ്ലേസ് എന്നാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളുമായിട്ട് കുറച്ചുകൂടി ഒന്ന് കമ്മിറ്റഡ് ആവാൻ, ആ ഒരു കമ്മിറ്റ്മെന്റ്സ് കുറച്ചുകൂടി ഒന്ന് വരാനും നിങ്ങളുമായിട്ട് ഒന്ന് അടുത്ത് ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും ഹാപ്പി ആക്കാനും ഒക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളതുപോലെ ആവില്ല, ഇനി അങ്ങോട്ട് നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് ഇപ്പോഴും കാണുന്നുണ്ട്. സോ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്